गाना और टेस्टिमनी പറയാൻ പോവാ. घना प्रॉफिट अभी एक गवाही बताने जा रहे हैं. सभी को प्रेज द लॉर्ड. मैं प्रभु को धन्यवाद देता हूं कि प्रभु मुझे इस स्थान पे खड़े होने का अवसर दिया. 2024 साल पहले मैं मिनिस्ट्री कर रहा था, प्रभु के साथ चल रहा था, मैं मूव भी हो रहा था जगह जगह पे, परंतु उस तरीके से मुझको मिनिस्ट्री नहीं करना था. 3-4 വർഷമായി ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നന്നായിട്ട് ശുശ്രൂഷ മുമ്പോട്ട് പോകുന്നില്ലായിരുന്നു. और मैं उस तरीके से मिनिस्ट्री नहीं करना चाहता था. ആ രീതിയിൽ എനിക്ക് മിനിസ്റ്റർ ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു. क्योंकि मैं कुछ करना चाहता था या मरना चाहता था. ഞാൻ വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുമായിരുന്നു, അല്ലെങ്കിൽ മരിക്കാൻ ആഗ്രഹിക്കുമായിരുന്നു. और मैं बहुत समय से इंतजार कर रहा था ഒത്തിരി സമയം ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു परमेश्वर के स्पर्श का. കർത്താവിന്റെ ഒരു സ്പർശന വേണ്ടി. मैं जब जब प्रार्थना करता, प्रभु मुझको इंतजार कर कहता. ഞാൻ ഏത് സമയം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കും, നീ ഇച്ചിരി വെയിറ്റ് ചെയ്യ്. एक दिन मैं दर्शन में ऐसे देखा, ഒരു ദിവസം ഞാൻ ദർശനത്തിൽ ഇപ്രകാരം കണ്ട്. मैं इनसे कभी मिला नहीं था, ഞാൻ ദേവദാസനെ, ശ്രീജിത്ത് ദേവദാസനെ ഒരു നാളും കണ്ടില്ലായിരുന്നു. कभी मैं പ്രൊഫറ്റിനെ जानता भी नहीं था इन्हें. എനിക്ക് പ്രൊഫറ്റിനെ അറിയത്ത് പോലും ഇല്ലായിരുന്നു. जस्ट मैं सुना हुआ था. ഞാൻ ജസ്റ്റ് കേട്ടേ ഉള്ളായിരുന്നു ദേവദാസനെ കുറിച്ച്. ये आए और मुझको ऐसे गले लगा लिया എന്നാൽ അഭിഷിക്തൻ പ്രോഫറ്റ് വന്ന് എന്നെ ഇങ്ങനെ തോളോട് ചേർത്ത്. और फिर उसके बाद അത് मैं കഴിഞ്ഞിട്ട് प्रार्थना करने लगा. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. मैं यूज होना चाहता था, ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനമാകാൻ बहना चाहता था प्रभु के राज्य के लिए. ഞാൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുമായിരുന്നു. हालेलुया. ഹല്ലേലൂയ. परंतु मैंने एक पैम्पलेट में मैंने इनके पोस्ट को मैंने देखा, എന്നാൽ ഒരു ഫ്ലയറിൽ ഞാൻ പോസ്റ്റിനെ കണ്ട്. और वो बेंगलुरु का एक मीटिंग था. അത് ബാംഗ്ലൂരിന്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു. और उस मीटिंग का नाम था इंडिया मूविंग टू क्राइस्ट. ആ മീറ്റിംഗിന്റെ പേര് ഇപ്രകാരമായിരുന്നു, ഇന്ത്യ മൂവിംഗ് ടു ക്രൈസ്റ്റ്. और मैं कैसे करके मैं नोवेल और बहुत सारे लोग, हम लोग उस स्थान पे प्लान बनाए जाने. എങ്ങനെയും ഞങ്ങൾ 3-4 പേര് ചേർന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ട്. हालेलुया. ഹല്ലേലൂയ. और उस स्थान पे हम खड़े होके प्रार्थना करने लगे. ആ സ്ഥലത്തിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. और जब प्रार्थना करने लगे പ്രാർത്ഥിക്കുന്ന സമയത്തിൽ तो पहला दिन बीत गया, ഒരു ദിവസം പോയി, सेकेंड डे भी बीत गया, രണ്ടാം ദിവസം പോയി, तीसरा दिन. മൂന്നാം ദിവസം ओ मैं इनको जाके मैंने बोला ഞാൻ പോയി ദേവദാസനോട് പറഞ്ഞ്, कि परमेश्वर का आत्मा ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് मुझको ऐसे बोला എന്നോട് ഇപ്രകാരം അരുളപ്പാട് പറയുന്നു, कि मैं आपके अधीनगी में आ जाऊं. ഞാൻ നിങ്ങളുടെ അധീനത്തിൽ വരാൻ വേണ്ടി. और मैंने दर्शन को देखा. ഞാൻ ദർശനം കണ്ട്. तो ये बोले गो गो गो. ദേവദാസൻ പറഞ്ഞു, ഓ ഗോ ഗോ. हालेलुया. ഹല്ലേലൂയ. ओ अभी मैं प्रार्थना करूंगा करके चला. ഇപ്പൊ എനിക്ക് പ്രാർത്ഥിക്കണം ഇങ്ങനെ പറഞ്ഞു. मैं उस रात बड़ा टूट गया मैं, ആ രാത്രി ഞാൻ തകർന്നു പോയി. और मैं खूब प्रार्थना करने लगा. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. मैं बोलने लगा, प्रभु एक ऐसा मैं नकारा गया, जो दर्शन दिखाया मतलब झूठ है. ഞാൻ പറഞ്ഞു, കർത്താവ് നീ കാണിച്ച ദർശനം തെറ്റായിരിക്കും, എന്നെ ഇങ്ങനെ എന്തിനാ വേർപെട്ട. और मैं बीच में मैं खड़ा हुआ था എന്നാൽ ഞാൻ സെൻട്രൽ നിൽക്കുവായിരുന്നു. मीटिंग में, दूसरे दिन के फिर मीटिंग में. അടുത്ത ദിവസത്തിന്റെ മീറ്റിംഗിൽ ഞാൻ സെൻട്രൽ നിൽക്കുന്ന സമയത്തിൽ, और जब मीटिंग में खड़ा हुआ था, ആ മീറ്റിംഗിൽ നിൽക്കുന്ന സമയം लास्ट के समय इम्पार्टेशन कर रहे थे. അവസാനത്തിൽ ഒരു ഇമ്പാർട്ടേഷൻ നടന്നു. एक पास्टर थे संतोष ग्रेस करके. ഒരു ദൈവദാസന്റെ പേരായിരുന്നു സന്തോഷ് ഗ്രേസ്. उसने उन पप्पा ने उनको बोला कि जाके उसको बुला के ले. അപ്പോൾ ശ്രീജിത്ത് അഭിഷിക്തൻ ഇപ്രകാരം പറഞ്ഞ് അതിന് ഗ്രേസ് പാസ്റ്ററിനോട് പറഞ്ഞു, പോയി ആ സഹോദരനെ വിളിച്ചു കൊണ്ടുപോവാ. और जब सामने बुला के ले गया, അപ്പൊ എന്നെ മുന്നോട്ട് കൊണ്ടുവന്നപ്പോ मेरे सर में तेल डाले और मैं नीचे गिर गया. എന്റെ തലയിൽ എണ്ണ ഇട്ടിട്ട് എന്നെ അഭിഷേകം ചെയ്ത് ഞാൻ താഴെ വീണുപോയി. और बोलने लगे कि मेरे से दुगना परमेश्वर तुझको उपयोग പിന്നെ ഇപ്രകാരം പറഞ്ഞ്, എന്നോട് ഇരട്ടിയായി പങ്ക് നിന്നെ ഉപയോഗിക്കും. और उस दिन उसने मुझको गले लगाया और इन्होंने ऐसा कहा कि आ मेरे बच्चे. ദേവദാസൻ എന്നെ ഇങ്ങനെ ചേർത്തിട്ട് എന്നോട് പറഞ്ഞ്, എന്റെ മകനെ വാ. और उसके दूसरे दिन के അത് बाद കഴിഞ്ഞിട്ട് അടുത്ത ദിവസം मेरा भूत भविष्य वर्तमान ये तीनों बदल गया. എന്റെ ജീവിതം മാറിപ്പോയി.
हालेलुया। ഹല്ലേലൂയ. और मैं आपको बताना चाहता हूं, मैंने हजारों के तादाद में मीटिंग किया उसके बाद, ഞാൻ അത് കഴിഞ്ഞിട്ട് ആയിരക്കണക്കിൽ ജനത്തിന്റെ മുമ്പാകെ ശുശ്രൂഷ और फिर ചെയ്തു. मैंने इनसे मैं डेट मांगा पूरे ग्रुप का रायपुर के लिए। പിന്നെ റായ്പൂർക്ക് വേണ്ടി ഞാൻ ദേവദാസനോട് ഡേറ്റ് ചോദിച്ച് और फिर वहां മീറ്റിംഗിന് पे വേണ്ടി प्रचार करते करते इन्होंने कहा, അവിടെ റായ്പൂരിൽ പ്രസംഗിക്കുന്ന സമയം ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, घना काम ഘന ഇങ്ങോട്ട് വാ. तो ये मेरा आत्मिक बेटा करके वहां घोषणा की। പിന്നെ എല്ലാവരോടും പറഞ്ഞു ഇത് എന്റെ ആത്മീയ പുത്രനാ. और फिर उसके बाद അത് കഴിഞ്ഞിട്ട് उन्होंने एक नाम रखा मेरा, അവനൊരു ദേവദാസൻ എന്റെ ഒരു പേര് വെച്ച്, शायद आप लोग जानते हैं, നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ പേര്. रॉकेट प्रॉफिट करके उन्होंने എന്റെ नाम। പേര് വെച്ച് റോക്കറ്റ് പ്രോഫറ്റ്. ये सारी बात बड़ी नहीं है, ഇതെല്ലാം കാര്യം വലുതല്ല. मैं बताना ही चाहता हूँ എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. कि मेरा पूरा भरोसा प्रभु में था, എന്റെ കർത്താവിലായിരുന്നു മൊത്തം വിശ്വാസം, परंतु मैं इस पृथ्वी में ആശ്രയം മൊത്തം ദൈവത്തിലായിരുന്നു. कि अगर मैं किसी को दूसरा कारण मानता हूँ बढ़ने का, ഞാൻ വേറെ എന്റെ വളർച്ചയ്ക്ക് വേണ്ട വേറെ എന്തോ ഞാൻ ആഗ്രഹിക്കുമെങ്കിൽ तो ये मेरे आत्मिक पिता है। हालेलुया। സെക്കൻഡ് എന്റെ ആത്മീയ പിതാവ്. और मैं बड़ा गर्व से इस बात को कहता हूँ जगह जगह पे। ഞാൻ എല്ലാ സ്ഥലത്തിലും പോയി ഈ കാര്യം പറയുന്ന. इन्होंने कई जगह से आए, पता मीटिंग करके मैं वहां पे गया भी। ഒത്തിരി സ്ഥലത്തിൽ ദേവദാസൻ അഭിഷിക്തൻ മീറ്റിംഗിന് വേണ്ടി വന്ന ഞാൻ എല്ലാ സ്ഥലത്തിലും പോയി. उस जगह पे मैंने बोला, അവിടെ പോയിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, एलिया चला गया, एलिशा आया है। ഏലിയാ പോയി, എലീശ വന്നിട്ടുണ്ട്. हालेलूया। ഹല്ലേലൂയ. और मैं प्रभु को बहुत धन्यवाद देता हूँ, ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. इनका एक एक प्रोफेसी ദേവദാസന്റെ ഓരോരോ പ്രോഫസി मेरे लाइफ में फुलफिल्ड हो चुका എന്റെ ജീവിതത്തിൽ അത് നിറവേറ്റിട്ടുണ്ട്. है। एक एक प्रोफेसी, ഓരോരോ पीक പ്രോഫസി, पीक पॉइंट प्रोफेसी। അത് പിൻ പോയിന്റ്സ് പ്രോഫസി. और मैंने ऐसा भविष्यवाणी और कहीं नहीं देखा। ഞാൻ ഇങ്ങനത്തെ പ്രോഫസി എവിടെയും കണ്ടില്ല. हालेलूया। ഹല്ലേലൂയ. तो मैं आपको उत्साहित करना चाहता ഞാൻ हूँ, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. आप जिस मेंटर के नीचे हैं, നിങ്ങൾ ഏത് മെന്ററുടെ താഴെയാ? प्रभु जैसे मुझे खड़ा किया, കർത്താവ് എങ്ങനെ എങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. और वही एलिया यहाँ पे है। ആ ഏലിയ ഇവിടെ ഉണ്ട്. और अगर आप विश्वास करते हैं तो सचमुच आज दुगना लेके നിങ്ങൾ जाएंगे। വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് ഇരട്ടി പങ്ക് നിങ്ങൾ എവിടുന്ന് എടുത്തുകൊണ്ടുപോകും. प्रभु का आत्मा मुझको बीते दिन कहा ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, कि सिरजीत सर छत्तीसगढ़ के लिए एक वरदान है। ശ്രീജിത്ത് പ്രോഫറ്റ് ശ്രീജിത്ത് ഛത്തീസ്ഗഡിക്ക് വേണ്ടി ഒരു വരദാന. आप मानते हैं कि नहीं? നിങ്ങൾ വിശ്വസിക്കുന്നു? थोड़ा जोर से। ജോർസേ. ये मनुष्यों की स्तुति नहीं है, ഇത് മനുഷ്യർക്ക് വേണ്ടി സ്തുതിയല്ല. इनके अंदर जो है ഇത് ഇവരുടെ ദൈവത അഭിഷിക്തന്റെ അകത്തുള്ള കാര്യം. उनका है। हालेलुया। ഹല്ലേലൂയ. मैं प्रभु को धन्यवाद करता हूँ। ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. एक्चुअली में सिरजीत सर मुझको बोले ശ്രീജിത്ത് സാർ എന്നോട് ഇപ്രകാരം പറഞ്ഞു, कि 2023 में तेरा मैरिज नहीं होगा, 2023 നിന്റെ കല്യാണം നടക്കത്തില്ല. तू कोशिश करते करते हार जाएगा। നീ എത്രയും ശ്രമിച്ചിട്ട് നീ തോറ്റുപോകും. तो मैं बोला, प्रभु मैं इस साल करना चाहता हूँ 2023 में, और तू 2024 लेके जा। ഞാൻ പറഞ്ഞു, കർത്താവേ 2023 എനിക്ക് കല്യാണം കഴിക്കണം, നീ 2024 കൊണ്ടുപോവാ. बड़ा ध्यान से सुनिएगा। ശ്രദ്ധിച്ചു കേൾക്കുക. एक्चुअली में हमारे बीच में प्रभु के दास हैं, നമ്മുടെ മധ്യത്തിൽ അഭിഷിക്തന്മാരുണ്ട്. उनके तरफ से एक रिश्ता मेरे पास ഈ आया। അഭിഷിക്തന്റെ മുഖാന്തരം എനിക്ക് ഒരു റിലേഷൻ വന്നു. ये बड़े भाई जैसे हैं, ഇതെന്റെ മൂത്ത സഹോദരന്റെ മൂത്ത ചേട്ടന്റെ കൂട്ട. तो मेरे भी हृदय में ऐसा लगा कि हाँ, ऐसा हो सकता है। എന്റെ ഹൃദയത്തിൽ ഇപ്രകാരം തോന്നി, യെസ് ഇങ്ങനെ സംഭവിക്കും. हालेलुया। ഹല്ലേലൂയ. तो मैं बोला, प्रभु मुझसे बात कर। ഞാൻ പറഞ്ഞു, കർത്താവേ എന്നോട് സംസാരിക്കണമേ. एक प्रभु का दास, और उसने बोला कि जो तुझको गोल्ड लेके लाके देगी उसी के साथ तेरा मैरिज हो। ഒരു അഭിഷിക്തൻ ഇപ്രകാരം പറഞ്ഞ്, ആര് നിനക്ക് ഒരു സ്വർണം മോതിരം കൊണ്ടുവന്ന് തരും, അതിന്റെ കൂടെ നിങ്ങളുടെ കല്യാണം നടക്കും. तो वैसे ही हुआ। അങ്ങനെ തന്നെ സംഭവിച്ചു. तो मैं फिर भी से मैं थोड़ा सा, क्योंकि मैं अपने परमेश्वर के जैसे थॉमस बोला कि मैं जब तक उंगली ना डालूं तब तक विश्वास नहीं करूं। തോമ പറഞ്ഞ്, ഞാൻ വിരലിട്ട് കാണാത്തവരെ വിശ്വസിക്കുന്നില്ല. तो प्रभु मैं भी पूरे कंफर्मेशन के बाद में आगे बढ़ा, അതെല്ലാം കൺഫർമേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട്. और फिर उसके बाद അത് കഴിഞ്ഞിട്ട് इनको बताया, ഞാൻ പ്രോഫറ്റിനോട് സംസാരിച്ച്, उन्हें बोले गो प्रोसीड। പ്രോഫറ്റ് പറഞ്ഞു, Go, പൊക്കോ go. പൊക്കോ. हालेलुया। और फिर उसके
बाद सुनिए ध्यान से, അത് കഴിഞ്ഞിട്ട് ശ്രദ്ധയോടെ കേൾക്കുക. बहुत ज्यादा क्रिटिकल हुआ, ഒത്തിരി പ്രശ്നങ്ങൾ വന്ന് നേരിട്ട്. मतलब होना ही नहीं था, ഈ കല്യാണം നടക്കാൻ ഒരു टूटने के opportunity कागार ഇല്ലായിരുന്നു. में आ गया. ഈ കല്യാണം പോകാൻ ഉള്ള സമയമായി. और फिर उसके बाद लास्ट टाइम यहाँ पे मीटिंग में थे हम लोग, പക്ഷെ ലാസ്റ്റ് സമയം ഞങ്ങൾ ഇവിടെ മീറ്റിംഗിലായിരുന്നു. लास्ट टाइम यहाँ पे मीटिंग चल रहा था. ലാസ്റ്റ് സമയം ഇവിടെ ഞങ്ങൾ മീറ്റിംഗിലായിരുന്നു. तो फिर इन्होंने अयूब के विषय में प्रचार किया, എന്നാൽ അഭിഷിക്തൻ അയ്യൂബിനെ കുറിച്ച് സംസാരിച്ചു. जो गया है वो आ रहा है, എന്തോ പോയിട്ടുണ്ട് അത് തിരിച്ചു വരുന്നു. और मैंने उस भविष्यवाणी को ग्रहण किया. ഞാൻ ആ പ്രൊഫസിയെ സ്വീകരിച്ച്. आप बिलीव नहीं करेंगे, उधर प्रीच करे परंतु मेरे सर में आके हाथ रख दिया. നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല, അങ്ങോട്ടായിരുന്നു പ്രസംഗിച്ചുകൊണ്ടിരുന്ന, പക്ഷെ ഇങ്ങോട്ട് വന്ന് എന്റെ തലയിൽ और കൈവച്ച. आपको एक बात बताऊं, उसके जस्ट बाद मेरा मैरिज फिक्स हो गया. ഞാനൊരു കാര്യം പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ഉടനെ എന്റെ കല്യാണം ഫിക്സ് ആയി. हालेलुया. ഹല്ലേലൂയ. और फाइनेंस के ऊपर मैंने बहुत इन्होंने प्रोफेसी किया. और ഫൈനാൻസിനെ കുറിച്ച് ഒത്തിരി ദൈവദാസൻ परमेश्वर तुझको घर देगा, ദൈവം നിനക്ക് വീട് തരും, परमेश्वर तुझको लैंड देगा, ദൈവം നിനക്ക് സ്ഥലം തരും. तेरा जो मैं तेरे क्षेत्रफल को बढ़ते हुए मैं देख रहा ഞാൻ നിന്റെ ഞാൻ വിശാലമാകുന്ന हूं. കാണുന്നു. पूरा आज के दिन पूरा कंप्लीट हो चुका है ഈ सब. ഇന്നത്തെ ദിവസം അതെല്ലാം പ്രൊഫസി നിവർത്തിച്ചു കഴിഞ്ഞു. और उन्होंने प्रोफेसी करना करके मेरे को बोले अभी, ദൈവദാസൻ എന്നോട് പറഞ്ഞു ഇന്ന് ഇച്ചിരി പ്രൊഫസി ചെയ്യാൻ വേണ്ടി. नहीं नहीं नहीं, ऑलरेडी एलिया यहाँ है. ഓൾറെഡി ഏലിയ ഇവിടെ ഉണ്ട്.